എന്നെക്കുറിച്ച് പറഞ്ഞ നല്ല കാര്യങ്ങൾക്ക് ആയതിന് നന്ദി പറയട്ടെ. ഇപ്പം നമുക്കിടയിലൊരു ആമുഖ പ്രഭാഷണത്തിൻ്റെയോ പ്രസംഗത്തിൻ്റെയോ പ്രതിപാദനത്തിൻ്റെയോ ഒന്നും സാന്നിധ്യമില്ല. എന്താ കാരണം എന്ന് വെച്ചാൽ, ഞാൻ കണ്ണൂർ പ്രസ് ക്ലബിൻ്റെ ഭാഗമായി നിൽക്കുന്ന ഒരാളാണ്. 1987 ഈ പ്രസ് ക്ലബിലെ ഒരു മെമ്പറായിരുന്നു ഞാൻ. അപ്പോൾ യഥാർത്ഥത്തിൽ എൻ്റെ മാധ്യമപ്രവർത്തനം ആരംഭിക്കുന്നത് കണ്ണൂർ പ്രസ് ക്ലബിൽ നിന്നാണ്. അന്ന് ഈ പ്രസ് ക്ലബിൻ്റെ ഭാഗമായിരുന്ന പല ആൾക്കാരും, ഇപ്പോൾ നമ്മുടെ ഗോപിയേട്ടൻ, അതുപോലെ പി ശശീന്ദ്രൻ, അന്ന് EM അഷ്റഫ്, സുന്ദർദാസ്, DP ജോസ്, അങ്ങനെ കുറേ ആൾക്കാരുണ്ട്. ചിലരുടെ പേരൊക്കെ വിട്ടുപോയിട്ടുണ്ടാവും. അവരൊക്കെ ആയിട്ട് ഇപ്പോഴും നല്ലൊരു ഇൻട്രാക്ഷൻ കാത്തു സൂക്ഷിക്കുന്ന ഒരാളാണ്. അതുകൊണ്ട് വളരെ ഗൃഹാതുരതയോടെ ഞാൻ മനസ്സിൽ സൂക്ഷിക്കുന്ന ഒട്ടേറെ മുഹൂർത്തങ്ങൾ പ്രദാനം ചെയ്ത ഒരു ഇടം എന്ന നിലയിൽ ഇതൊരു കുടുംബത്തിലെ ഒരു പരിപാടിയിൽ പങ്കെടുക്കുന്ന പ്രതീതി എനിക്കുള്ളത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞൊരു ഔപചാരികതയും ഔദ്യോഗികമായ ഭാഷണത്തിനൊന്നും പ്രസക്തിയില്ലാതെ. പിന്നെ ഇവിടെ സ്വാഗത പ്രസംഗം പറഞ്ഞതിൽ ചില തെറ്റുണ്ട്. ഉറങ്ങിക്കിടന്ന ഡോക്ടറെ ഞാൻ എന്തോ ഫോട്ടോ എടുത്തു എന്നൊക്കെ പറയുന്നത്, അത് വലിയ തെറ്റാണ്. എന്നെ കാരണം വെച്ചാൽ ഒരാൾ ഉറങ്ങിക്കിടക്കുമ്പോൾ ഒരു കാരണവശാലും അങ്ങനെ ചെയ്യാൻ പാടില്ല. യഥാർത്ഥത്തിൽ അതല്ല സംഭവം. അത് നമ്മുടെ മാധ്യമപ്രവർത്തകർക്ക് സംഭവിക്കുന്നതെന്ന് വെച്ചാൽ കേട്ട് വരുമ്പോഴേക്കിനും അത് മാറിപ്പോകും. അതെ, യഥാർത്ഥത്തിൽ അന്ന് രാമായണം സീരിയലുണ്ടായിരുന്നു. 10 മണിക്ക് ദൂരദർശൻ രാമായണ സീരിയൽ 1 മണിക്കൂർ. അന്ന് ഈ മേഖലയിലെ ഏക അത്താണി അല്ലെങ്കിൽ ഒരു ആതുരാലയം എന്ന് പറയാവുന്നത് കണ്ണൂർ ജില്ലാ ആശുപത്രിയാണ്. കാസർഗോഡ് നിന്നും, കണ്ണൂർ ജില്ലയിൽ നിന്നും, വയനാടിൻ്റെ ജില്ലയിൽ നിന്നും, കോഴിക്കോട്ടിൻ്റെ ഒരു ഭാഗത്തു നിന്നൊക്കെ ആൾക്കാർ, രോഗികൾ വരിക. അപ്പോൾ രാവിലെ മുതൽ തന്നെ 100 കണക്കിന് ആൾക്കാർ രോഗികളവിടെ ക്യൂ നിൽക്കും. പക്ഷേ ഈ സീരിയൽ ആരംഭിച്ചു കഴിഞ്ഞാൽ ഈ ജില്ലാ ആശുപത്രിയിലെ ഒരു മുറിയിൽ അവിടുത്തെ ഏതാനും ഡോക്ടർമാരും ജീവനക്കാരും നഴ്സുമാരെല്ലാം ചേർന്ന് ഒരു ടെലിവിഷൻ റൂമാക്കി മാറ്റി ഈ 1 മണിക്കൂർ സമയം അവിടുത്തെ ചികിത്സ സ്തംഭിക്കും. അപ്പോൾ അത് വലിയ ഗുരുതരമായ ഒരു കൃത്യവിലോപമാണ് നടന്നത്. ആ മുറിയിൽ ഞങ്ങൾ പ്രവേശിച്ച് ഇവർ ഇങ്ങനെ ചാഞ്ഞ് കിടന്ന്, അത് കറക്റ്റാണ്, ഉറങ്ങുന്നില്ലെങ്കിൽ ചാഞ്ഞ് കിടന്നൊക്കെയാണ്, നല്ല ബെഡൊക്കെ ഉള്ളതുകൊണ്ട് നല്ല ബെഡും നിലയാണൊക്കെ വെച്ച് നല്ല കിടന്നൊക്കെയാണ് TV കാണുന്നത്. ആ ഒരു രംഗം ഞങ്ങൾ ക്യാമറയിൽ പകർത്തി. ഇത് വാർത്തയായി. അത് നിയമസഭയിലൊക്കെ വലിയ പ്രശ്നവും വലിയ അന്വേഷണ ഉത്തരവും സസ്പെൻഷനും കാര്യങ്ങളൊക്കെ വന്നു. എന്തായാലും അത് കഴിഞ്ഞ് ഏതാനും ആഴ്ചകൾക്കുള്ളിൽ ഞാൻ ഇവിടുന്ന് പോയി. എന്നെ ഇവിടുന്ന് ട്രാൻസ്ഫറായി, ഞാൻ ഡൽഹിക്ക് പോയി. അങ്ങനെ വലിയ ഒരു സംഭവബഹുലമായിട്ടുള്ള ഒരു കാലഘട്ടമാണ്. ഹ്രസ്വമാണെങ്കിലും അന്നെനിക്ക് കണ്ണൂരുണ്ടായിരുന്നു. യഥാർത്ഥത്തിൽ ഞാൻ ഇന്നും എന്താണ് മാധ്യമ മേഖലയിൽ നടക്കുന്നതിനെക്കുറിച്ച് സൂക്ഷ്മമായിട്ട് എനിക്കറിയില്ല. എന്നാൽ കാരണം ഞാനൊരു റിപ്പോർട്ടിംഗ് തരത്തിൽ പ്രവർത്തിക്കാത്ത ആളാണ്. പക്ഷെ അന്ന് ഈ പറഞ്ഞ എല്ലാ തരത്തിലുള്ള മാധ്യമപ്രവർത്തകർക്കിടയിൽ ഒരു ഇഴയെടുപ്പും ഉണ്ടായിരുന്നു. ഇഴയെടുപ്പ് ഇന്ന് ഒരുപക്ഷെ കാലഘട്ടത്തിൻ്റെ മാറ്റങ്ങൾക്ക് നമ്മളും വിധേയമായിട്ടുണ്ടാകാം. പക്ഷേ വളരെ സൗഹാർദ്ദപരമായിട്ടുള്ള ഒരു അന്തരീക്ഷം. ഹാരിസ് ഏതൊരു പത്രപ്രവർത്തനം ഞാനിങ്ങനെ കബളിപ്പിച്ച കാര്യം പറയാം. അത് ആരൊന്നല്ല, നമ്മുടെ MCA നാസർ മാധ്യമത്തിൻ്റെ, അതേപ്പം ഡൽഹിയിൽ അല്ല ദുബായിലെ മീഡിയ വണ്ണില്ല. അപ്പോൾ അന്ന് ഈ മധ്യപ്രദേശിലെന്തോ ഈ വലിയ അഴിമതികളൊക്കെ പുറത്തു വരുന്ന സമയമാണ്. അന്ന് സുന്ദർലാൽ പട്വ BJPയുടെ മുഖ്യമന്ത്രിയായിരിക്കുന്ന സമയത്താണ്. അപ്പം ഞാൻ വെറുതെ വിളിച്ചു, ഇങ്ങനെ AICC ഓഫീസിൽ നിന്നാണ് വിളിക്കുന്നത്, വളരെ സെലക്റ്റായിട്ടുള്ള പത്രങ്ങൾക്ക് ഞങ്ങൾ ചില ഡോക്യുമെൻറ്റ്സ് റിലീസ് ചെയ്യുന്നുണ്ട്. അപ്പോഴേക്ക് നമ്മുടെ നാസർ ഭയങ്കര എക്സൈറ്റഡായി. അപ്പോൾ നമ്മൾ നാവകന്ന് ഇവിടെ പത്രസമ്മേളനത്തിൽ പറയുന്നതിലൊരു അപാകതയുണ്ട്. അപ്പോൾ ഞാൻ ചോദിച്ചല്ലോ, നിങ്ങളുടെ പത്രം സെക്യുലർ? ഹൈലി സെക്യുലർ സർ, ഹൈലി സെക്യുലർ ന്യൂസ് പേപ്പർ. ഹരീസേ അങ്ങനെയാണ് മൂപ്പർ AICC ഓഫീസിൽ നടക്കുക. അന്ന് ലോറി സമരം തീരുന്നതിൻ്റെ ചർച്ചയും പത്രസമ്മേളനമുള്ള അത് വിട്ട് അതൊക്കെ മിസ് ചെയ്തിട്ട് അല്ല, അതൊക്കെ ഞാൻ പറഞ്ഞു വരുന്നത് വെച്ചാൽ മാധ്യമപ്രവർത്തകർക്കിടയിൽ ഉണ്ടായിരുന്ന
ഈ ഒരു ഇഴയെടുപ്പം സൗഹൃദത്തിൻ്റെ ഒരു പ്രതലമാണ്. ഇതൊക്കെ വളരെ രസകരമായിട്ടുള്ള കാലയളവാണ്. യഥാർത്ഥത്തിൽ ഞാനെപ്പോഴും ഓർമ്മിക്കുന്ന ഒരിടമാണ് കണ്ണൂർ പ്രസ് ക്ലബ്ബ്. മാധ്യമപ്രവർത്തനത്തിൻ്റെ വഴിത്താരിയിൽ ഒരുപാട് മുമ്പോട്ട് പോയി ഒരുപാട് കാര്യങ്ങൾ റിപ്പോർട്ട് ചെയ്യാനുള്ള അവസരമുണ്ടായി. ഇവിടെ ബാബറി മസ്ജിദ് പറഞ്ഞു, ബാഗ്ദാദിൽ നിന്ന് ഇറാഖിൻ്റെ യുദ്ധം, അങ്ങനെ ഒരുപാട് സംഭവങ്ങൾ. ഇതൊക്കെ മാധ്യമപ്രവർത്തന നിലയിൽ എനിക്ക് അതിനുള്ള ഒരു ദിശാബോധവും കരുത്തും നൽകിയിട്ടുണ്ട്. പക്ഷെ തുടക്കം കണ്ണൂർ പ്രസ് ക്ലബ്ബിൽ നിന്നായിരുന്നു എന്നുള്ളത് ഞാൻ വളരെ നന്ദിയോടെ, ചാരിതാർത്ഥ്യത്തോടെ, സന്തോഷത്തോടെ, ആഹ്ലാദത്തോടെ ഇപ്പോഴും അനുസ്മരിക്കുന്ന ഒരു കാര്യമാണ്. ഇനി എനിക്ക് തോന്നുന്നു നിങ്ങളെന്തെങ്കിലും ചോദിച്ച് ഞാൻ മറുപടി പറയുന്നതായിരിക്കും നല്ലത്. അതെ, ആര് ചോദിക്കും നാടിൻ്റെ വികസന പ്രവർത്തനങ്ങൾക്ക് സ്വാഭാവികമായിട്ട് ഇപ്പോൾ MP എന്ന നിലയിൽ കുറേ കാര്യങ്ങളിൽ ഇടപെടാൻ പറ്റും. അപ്പോൾ ആദ്യം തന്നെ ഞാൻ ജനിച്ച നാടും അതുമായി ബന്ധപ്പെട്ട പ്രദേശങ്ങളും അങ്ങനെയുള്ള മേഖലയിലെ ആണ്. ഇപ്പോൾ ഇന്നും രാവിലെ ഒരു മീറ്റിംഗ് ഉണ്ടായിരുന്നു. ഇന്ന് മറ്റേ PWD എഞ്ചിനീയർമാരും മറ്റവരൊക്കെ ആയിട്ട്. അപ്പോൾ നമ്മുടെ ആ പ്രധാനപ്പെട്ട കുറേ വഴികളുടെ പുനർനിർമ്മാണവും മറ്റു കാര്യങ്ങളായിട്ട് ബന്ധപ്പെട്ട്, പിന്നെ പൈതൽമല, പാലക്കയംതട്ട്, അതുപോലെ തന്നെ പയ്യാവൂരുള്ള കാഞ്ഞിരക്കൊല്ലി നേരത്തെ വിട്ടുപോയൊരു സ്ഥലമാണ്. അതും കൂടെ ചേർത്തിട്ടൊരു സർക്യൂട്ടിനെ കുറിച്ചാണ് ഇപ്പം നമ്മൾ ആലോചിക്കുന്നത്. യഥാർത്ഥത്തിൽ കണ്ണൂർ ജില്ലയുടെ ഈ പറഞ്ഞ വികസന മാപ്പിൽ, വിനോദസഞ്ചാര ഭൂപടത്തിൽ വലിയ സ്ഥാനം പിടിക്കാൻ പൊട്ടൻഷ്യലുള്ള സ്ഥലങ്ങളാണ് ഇതൊക്കെ. പ്രത്യേകിച്ച് കണ്ണൂർ എയർപോർട്ടിൽ നിന്ന് കേവലം 1 മണിക്കൂർ യാത്ര ചെയ്താൽ ഇതെവിടെയൊക്കെ എത്താൻ പറ്റും. ഞാനിപ്പോൾ കഴിഞ്ഞ ആഴ്ച കാശ്മീരിലായിരുന്നു ഒരു പാർലമെൻറ്റ് കമ്മിറ്റിയായി ബന്ധപ്പെട്ട്. അപ്പോൾ അവിടെ ലഡാക്കിൻ്റെ കേന്ദ്രമായ ലേയിൽ നിന്ന് ഒരു 5 മണിക്കൂർ യാത്ര ചെയ്ത് പോങ്ങോങ് തടാകമുണ്ട്, ലേക്ക് 14,000 അടി മുകളിലുള്ളതാണ്. പക്ഷെ എത്ര ദുഷ്കരമായൊരു വഴിയാണെങ്കിൽ പോലും ആയിരക്കണക്കിന് ആൾക്കാർ എവിടെ നിന്നൊക്കെയാണ് വരുന്നത്. ഇപ്പോൾ നമ്മുടെ മുമ്പിൽ സഞ്ചരിച്ചിരുന്ന ബൈക്കുകളൊക്കെ നോക്കിയപ്പോൾ കേരള ടു കാശ്മീർ എന്ന് പറഞ്ഞിട്ടുള്ള ബൈക്കുകളാണ്. 100 കണക്കിന് മലയാളികൾ പോലും ഇത്രയും ദുഷ്കരമായിട്ടുള്ള വഴികളിലൂടെ അവിടെ എത്തുന്നുണ്ട്. ഈ പോങ്ങോങ് ലേക്കിനൊരു പ്രത്യേകത ഉണ്ട്. ഏറ്റവും ഹൈ ആൾട്ടിറ്റ്യൂഡിലുള്ള ഏറ്റവും വലിയ ലേക്കാണ്. അതിൻ്റെ ഒരു 40% ഇന്ത്യയിലുള്ളൂ, ബാക്കിയുള്ള അപ്പുറത്താണ്, ടിബറ്റിൻ്റെ ഭാഗം, ചൈനയുടെ ഭാഗം. പക്ഷേ ഞാൻ പറയണതെന്ന് വെച്ചാൽ അതുപോലെയോ അതിനേക്കാൾ സുന്ദരമായിട്ടുള്ള ഒരുപാട് ഭൂമികളുള്ള സ്ഥലമാണ് നമ്മുടെ നാട്. പ്രത്യേകിച്ച് ഞാനീ പറഞ്ഞ സ്ഥലം ഉത്തര മലബാറിൻ്റെ. അപ്പോൾ ഈ ഒരു പ്രദേശങ്ങളൊക്കെ ഡെവലപ്പ് ചെയ്ത് കഴിഞ്ഞാൽ മൊത്തം കണ്ണൂർ ജില്ലയുടെ ഒരു സാമ്പത്തിക ക്രയവിക്രയങ്ങളിൽ വലിയൊരു മാറ്റം വരും. നമ്മുടെ ടൂറിസം രംഗം സജീവമാകും. പ്രത്യേകിച്ച് എയർപോർട്ടിൻ്റെ സാധ്യതകൾ കൂടി നമ്മൾ ഉപയോഗപ്പെടുത്തിയാൽ, ആ ഒരു അർത്ഥത്തിലാണ് ഞാൻ കുറച്ച് ഇതിനുവേണ്ടി ശ്രദ്ധ പതിപ്പിക്കാൻ തീരുമാനിച്ചത്. മാത്രമല്ല കണ്ണൂർ നമ്മുടെയൊക്കെ വേണ്ടപ്പെട്ട ഇടമാണ്. ഞാൻ ജനിച്ച ജില്ലയാണ്, എൻ്റെ ജില്ലയാണ്, എൻ്റെ ജന്മദേശമാണ്. അപ്പോൾ അതുകൊണ്ട് കുറച്ച് കാര്യങ്ങളൊക്കെ ഇവിടെ ചെയ്യാൻ പറ്റുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഈ പൈതൽമലയുടെ ഒരു പ്രത്യേകത, അതും കൂടെ നിങ്ങളോട് പറയാം, ഒരു വാർത്താ നിലയിൽ നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ്. പൈതൽമലയുടെ പ്രത്യേകത അത് വനഭൂമിയായി ബന്ധപ്പെട്ടാണ്. അപ്പം ഈ വനഭൂമി ഉള്ളതുകൊണ്ട് തന്നെ ടൂറിസത്തിന് മാത്രമായിട്ട് ഇത് വികസിപ്പിക്കാൻ ഒരുപാട് പ്രയാസങ്ങളുണ്ട്. അപ്പോൾ ഞാൻ വനമന്ത്രിയും കണ്ടു, ശ്രീ AK ശശീന്ദ്രനെ. അപ്പോൾ ഈ 15-ാം തീയതി ശ്രീ AK ശശീന്ദ്രനും ശ്രീ മുഹമ്മദ് റിയാസും കൂടി സംയുക്തമായിട്ട് ഉദ്യോഗസ്ഥന്മാരുടെ യോഗം ഈ പൈതൽമല വികസനത്തിന് വേണ്ടി വിളിച്ചു ചേർക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് തിരുവനന്തപുരത്ത്. അപ്പോൾ അങ്ങനെ 2 മന്ത്രിമാരും കൂടി ഒരുമിച്ച് ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരുടെ യോഗം വിളിച്ചു ചേർത്ത് അതിൻ്റെ വികസന പദ്ധതിക്ക് ഒരു നാന്ദി കുറിക്കാൻ. അങ്ങനെ വരുമ്പോൾ ഈ പറയുന്ന പ്രകൃതിക്ക് യാതൊരു കോട്ടവും തട്ടാതെ ഈ മരത്തിൻ്റെ മുകളിൽ കൂടിയൊക്കെ നടന്നു പോകാൻ പറ്റുന്ന രീതിയിൽ, കാര്യങ്ങൾ കണ്ടു പോകാൻ പറ്റുന്ന രീതിയിലുള്ള റോപ്പ് വേയും സൗകര്യങ്ങളും മറ്റ് ഗ്ലാസ് ഹൗസുകളും ടവറുകളും ഒക്കെ നിർമ്മിച്ച് ആ പ്രദേശത്തേക്ക് ആൾക്കാർക്ക് പോകാനുള്ളൊരു സൗകര്യം ഉണ്ടാക്കുന്ന ഒരു കാര്യത്തെക്കുറിച്ചാണ് നമ്മൾ ആലോചിക്കുന്നത്. അതിനുശേഷം ഉടനെ പ്രോജക്റ്റ് റിപ്പോർട്ട് തയ്യാറാക്കാൻ ബന്ധപ്പെട്ടവരെ നമ്മൾ ഏൽപ്പിക്കുന്നതാണ്. അനുബന്ധ റോഡുകളുടെ നിർമ്മാണം നോക്കുന്നതാണ്. അങ്ങനെ
കണ്ണൂർ ജില്ലയുടെ ഒരു വികസന കുതിപ്പിന് അല്ലെങ്കിൽ ടൂറിസം രംഗത്തെ മാറ്റങ്ങൾക്ക് എനിക്ക് തോന്നുന്നു ഈ 2-3 പദ്ധതികൾ വരുമ്പോൾ വലിയ മാറ്റം ഉണ്ടാക്കാൻ കഴിയുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. പിന്നെ ഇന്ന് ഇവിടുത്തെ പ്രധാനപ്പെട്ട നിങ്ങളോട് കൈകോർത്ത് നിൽക്കുന്ന ആരാണ്, കണ്ണൂരിൻ്റെ ചേംബർ ആൾക്കാർ വന്നിരുന്നു. അവരുമായിട്ടൊരു അരമണിക്കൂർ നമ്മൾ സംസാരിച്ചു. ഒരുപാട് കാര്യങ്ങൾ, അവർക്ക് ഒരുപാട് ഐഡിയാസ് ഉണ്ട്. യഥാർത്ഥത്തിൽ ഇത്രയും ഐഡിയാസ് അവർക്കുണ്ടെന്നുള്ള കാര്യം എനിക്കറിയില്ലായിരുന്നു. മറ്റ് സ്ഥലങ്ങളിലൊക്കെ പത്രക്കാരെക്കുറിച്ച് ആൾക്കാരിങ്ങനെ പല ദുഷ്പം പറയാറുണ്ട്. എന്ന കാരണം എന്ന് വെച്ചാൽ വികസന വിരോധികളാണ് പത്രക്കാരും. പക്ഷെ ഞാനിവിടെ അത്ഭുതപ്പെട്ടു പോയി. എന്നിട്ട് ഇവിടെ പ്രസ് ക്ലബ്ബിലെ ആൾക്കാരും അവരും കൂടി ഒരുമിച്ചിട്ടാണ് വികസന പദ്ധതിക്ക് വേണ്ടി നിൽക്കുന്നത്. അപ്പോൾ ഒരു വേള ഞാൻ ഈ ഹാരിസിനെയൊക്കെ നോക്കി, അല്ല ഹാരിസ് ഇപ്പോൾ എവിടെയാണ് ജോലി ചെയ്യുന്നതെന്ന് അറിയാൻ വേണ്ടിയിട്ട്. അപ്പോൾ അത്രത്തോളം ഒരു ഐക്യദാർഢ്യം മാധ്യമപ്രവർത്തകരും ഇവിടെയുള്ള ചേംബറും തമ്മിലുണ്ട്. അത് നല്ലൊരു കാര്യമാണ്. എന്താ കാരണം വെച്ചാൽ നാട് വികസിക്കുക, പ്രത്യേകിച്ച് ഈ ദുഷ്കരമായിട്ടുള്ള സാഹചര്യത്തിൽ എല്ലാവരും കൂടെ കൈകോർത്താൽ മാത്രമേ ചില മാറ്റങ്ങൾക്ക് നാന്ദി കുറിക്കാൻ നമുക്ക് പറ്റുള്ളൂ. അപ്പം അതൊക്കെ അതിനോട് എത്ര കണ്ട് സഹായിച്ചാലും എനിക്ക് തൃപ്തി വരില്ല. വെച്ചാൽ അത്രത്തോളം അതിനെ സഹായിക്കേണ്ടതാണെന്നുള്ളതാണ് എൻ്റെ മനസ്സ് പറയുന്നത്. അതിലും എനിക്ക് കാര്യമായി പ്രവർത്തിക്കാൻ പറ്റുമെന്ന് ഞാൻ വിചാരിക്കുകയാണ്. അല്ല, അത് ഒരു വ്യക്തി എന്ന നിലയിൽ അതിന് പാർട്ടിയോട് ഞാൻ സംസാരിച്ചിരുന്നു. പക്ഷേ അത് എന്താ കാരണം എന്ന് വെച്ചാൽ ഒരു MP എന്ന നിലയ്ക്ക് മാത്രമല്ല, ഒരു മാധ്യമപ്രവർത്തനം എന്ന നിലയ്ക്ക് കൂടിയാണ്. എന്താ കാരണം എന്ന് വെച്ചാൽ ഈ പെഗാസസ് എന്നുള്ളത് നമ്മുടെ സമൂഹത്തിൻ്റെ സമസ്ത തലങ്ങളിലെയും ജനാധിപത്യ പ്രക്രിയയെ തകർക്കുന്നൊരു സംഭവമാണ്. സ്വതന്ത്ര മാധ്യമപ്രവർത്തനം അവിടെ അവസാനിക്കുകയാണ്. എന്താ കാരണം എന്ന് വെച്ചാൽ ഇന്ത്യയിലെ പ്രധാനപ്പെട്ട എല്ലാ മാധ്യമ പ്രവർത്തകരെയും ഈ പറയുന്ന ചാരപ്രവൃത്തിക്ക് ഇരയാക്കിയതാണ് എന്നാണ് നമ്മൾ അനുമാനിക്കുന്നത്. അത് സർക്കാരിനെ സപ്പോർട്ട് ചെയ്യുന്ന മാധ്യമങ്ങളുടെ എഡിറ്റർമാരെ പോലും ഈ പെഗാസസിലൂടെ കൈകാര്യം ചെയ്തിട്ടുണ്ട്. ഇനി ഈ പറയുന്ന പോലെ ഒരു മാധ്യമപ്രവർത്തകനെയും ഒരു സോഴ്സിൽ നിന്ന് ആൾക്കാർ വിളിച്ചൊരു ഇൻഫർമേഷൻ കൊടുക്കില്ല. എന്താ കാരണം വെച്ചാൽ ഭയമാണ്. ഏത് മാധ്യമപ്രവർത്തകൻ്റെ ഫോണാണ് ചോർത്തപ്പെടുന്നതെന്ന് ആർക്കും അറിയില്ല. അപ്പോൾ അതുകൊണ്ട് ഈ പറയുന്ന ജനാധിപത്യത്തിൻ്റെ 4-ാം നെടുന്തൂടെന്ന് പറയുന്ന മീഡിയയുടെ അന്തസത്ത തന്നെ തകർക്കുന്ന ഒരു സംഭവമാണിത്. അതുകൊണ്ട് തന്നെ ഒരു മാധ്യമപ്രവർത്തകൻ എന്നുള്ള പ്രതിബദ്ധത വെച്ചും ഒരു പാർലമെൻറ്റ് അംഗമെന്നുള്ള പ്രതിബദ്ധത വെച്ചും ആണ് ഞാൻ പെഗാസസിൽ സുപ്രീം കോടതിയിൽ റിട്ട് ഫയൽ ചെയ്ത്. സുപ്രീം കോടതിയിൽ നിന്ന് വളരെ ആശാവഹമായിട്ടുള്ള പ്രതികരണങ്ങളാണ് ഉണ്ടായിരിക്കുന്നത്. കാരണം വെച്ചാൽ സർക്കാരിൻ്റെ അവസാനത്തെ സബ്മിഷൻ പ്രകാരം പെഗാസസ് ഇംപ്ലിസിറ്റ്ലി പരോക്ഷമായിട്ട് സൂചിപ്പിച്ചു കഴിഞ്ഞു ഇങ്ങനെയുള്ളൊരു സൈബർ വെപ്പൺ ഇന്ത്യയിൽ ഉപയോഗിക്കപ്പെട്ടിട്ടുണ്ടെന്നുള്ള കാര്യം പരോക്ഷമായി സമ്മതിക്കുന്ന രീതിയിലുള്ള പ്രതികരണമാണ് സോളിസിറ്റർ ജനറലിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിരിക്കുന്നത്. എന്തായാലും വരും ദിവസങ്ങളിൽ എങ്ങനെയാണ് സുപ്രീം കോടതി ആ ഒരു വിഷയത്തെ കൈകാര്യം ചെയ്യാൻ പോകുന്നുള്ളത് നമുക്ക് കാത്തിരിക്കാം. എന്തായാലും എനിക്ക് തോന്നുന്നത് ഇതൊരു വഴിത്തിരിവായിരിക്കും. എന്താ കാരണം എന്ന് വെച്ചാൽ കഴിഞ്ഞ ദീർഘകാലമായിട്ട് മാധ്യമപ്രവർത്തനം വളരെ സ്ട്രെസ്സിലാണ്. പല രീതിയിലുള്ള സമ്മർദ്ദങ്ങളും നിയന്ത്രണങ്ങളും വന്നുകൊണ്ടിരിക്കുകയാണ്. ഈ പശ്ചാത്തലത്തിൽ ഈ പെഗാസസ് എന്നുള്ള ആ വിഷയത്തിലുള്ള സുപ്രീം കോടതിയുടെ തീരുമാനങ്ങളും വിധിപ്രസ്താവങ്ങളും നമ്മൾ ഉറ്റുനോക്കുകയാണ്. ഒരുപാട് പ്രക്ഷോഭങ്ങൾ ജനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോഴും സ്വാഭാവികമായിട്ടും ഇതൊരു യാതൊരു യുക്തിയില്ലാത്ത രീതിയിലുള്ള, ഇതിനു മുമ്പ് ഈ പറഞ്ഞ പോലെ പെട്രോളിനും ഡീസലിനൊക്കെ വില വർദ്ധിപ്പിച്ച സമയത്ത് ഈ പറഞ്ഞ സിലിണ്ടറുകൾ പൊക്കിക്കൊണ്ടും വിറകെടുത്തുകൊണ്ടും കാളവണ്ടി വലിച്ചുകൊണ്ടും ഒക്കെ പ്രക്ഷോഭം നടത്തിയ ആൾക്കാരാണ് ഈ കാര്യങ്ങൾ ചെയ്യുന്നുള്ളതാണ് ഏറ്റവും ദൗർഭാഗ്യകരമായിട്ടുള്ള കാര്യം. പിന്നെ ഏറ്റവും ദുരിതം പിടിച്ച ഈ കാലഘട്ടത്തിൽ നമ്മുടെ ജീവിത ചെലവുകൾ അങ്ങ് കുതിച്ചുയരുകയാണ്. ജനങ്ങളുടെ വരുമാന മാർഗം ഇപ്പം പുതിയ കണക്കൊക്കെ പ്രകാരം ഇന്ത്യയിൽ 20 കോടി ആൾക്കാർക്കെങ്കിലും തൊഴിൽ നഷ്ടപ്പെട്ടിട്ടുണ്ട്. നിങ്ങൾക്കറിയാം, എല്ലാ മേഖലയും വലിയ ഡിസ്ട്രെസ്സിലാണ്. ഈ ഒരു സമയത്ത് നമ്മുടെ ജീവിതഭാരം വർദ്ധിപ്പിക്കുന്ന ഇത്തരത്തിലുള്ള നടപടികൾക്കെതിരെ അതിശക്തമായിട്ടുള്ള പ്രതികരണങ്ങളും പ്രക്ഷോഭങ്ങളും വരണം. പക്ഷേ ഈ കോവിഡിൻ്റെ ഈ പറഞ്ഞ പരിമിതിക്കുള്ളിൽ നിന്നുകൊണ്ട് പ്രവർത്തിക്കാൻ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും നിർബന്ധിതരാകുന്നതിൻ്റെ ഒരു ബുദ്ധിമുട്ട് കൂടിയുണ്ട്. അതല്ലായിരുന്നെങ്കിൽ എനിക്ക് തോന്നുന്നു ഈ ഒരു സാഹചര്യത്തിൽ വലിയ പ്രക്ഷോഭങ്ങൾ രാജ്യത്ത് ഉണ്ടാകുമായിരുന്നു ഞാൻ വിചാരിക്കുന്നത്. താങ്കൾ പറഞ്ഞ വളരെ കറക്റ്റാണ്.
ഇത് ഒരു തരത്തിലും നമുക്ക് ന്യായീകരിക്കാൻ കഴിയാത്ത ഒരു സാഹചര്യമാണ് ഇത് സൃഷ്ടിച്ചിരിക്കുന്നത്. സുപ്രീം കോടതി ഒരു നിരീക്ഷണം നടത്തിയിട്ടുണ്ട്. ഈ മാധ്യമങ്ങൾ വർഗീയമായി ഉള്ള വാർത്തകൾ നൽകുന്നത് രാജ്യത്തെ ഒരു അപമാനിക്കുന്ന തരത്തിലൊക്കെയാണ് വാർത്തകളൊക്കെ വരുന്നത്. ഇത് നിയന്ത്രണം വേണമെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ കേന്ദ്ര സർക്കാർ ഇതൊരു ആയുധമാക്കി ഇതിനെല്ലാം നിയന്ത്രിക്കുന്ന തരത്തിലേക്ക് പോകാനുള്ള സാധ്യതയുണ്ട്. അല്ല, കേന്ദ്ര സർക്കാർ നിയന്ത്രിക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണല്ലോ ഈ പെഗാസസ് തന്നെ വന്നത്. കാരണം വെച്ചാൽ ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യം എന്ന് പറയുന്ന ഇന്ത്യയിൽ ഒരു സർക്കാർ ജനാധിപത്യത്തിൻ്റെ എല്ലാ തൂണുകളെയും തകർക്കുകയാണ്. ഇതൊരു തൂണ് മാത്രമല്ല. എന്താ കാരണം വെച്ചാൽ പ്രിൻസിപ്പൽ ഒപ്പോസിഷൻ ലീഡേഴ്സ്, ജുഡീഷ്യറിയിൽ ഒരു ജഡ്ജിനെ എതിരെ പെഗാസസ് ഉപയോഗിക്കുന്നു, ഒരു ജഡ്ജിന് വേണ്ടി ഉപയോഗിക്കുന്നു, സൈനിക മേധാവികൾക്കെതിരെ, പോലീസ് ഉദ്യോഗസ്ഥന്മാർക്കെതിരെ, മാധ്യമപ്രവർത്തകർക്കെതിരെ, അപ്പം ഈ സ്വന്തം ഗവൺമെൻറ്റിലെ മന്ത്രിമാർക്കെതിരെ. അപ്പം ഒന്നാം തൂണ്, രണ്ടാം തൂണ്, മൂന്നാം തൂണ്, നാലാം തൂണെന്ന് പറഞ്ഞ് എല്ലാ തൂണുകളെയും നിഷ്പ്രഭമായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം യഥാർത്ഥത്തിൽ ഏത് അവസരം കിട്ടിയാലും മാധ്യമങ്ങളെ നിയന്ത്രിക്കാം എന്നുള്ളതാണ്. പിന്നീട് നിങ്ങൾക്കൊക്കെ അറിയാവുന്നൊരു കാര്യമുണ്ട്. ഇന്ന് ഇന്ത്യയിലൊരു നരേറ്റീവുണ്ട്. ആ നരേറ്റീവ് എന്ന് പറഞ്ഞാൽ വേറൊന്നുമല്ല, ഞങ്ങളെന്ന് പറഞ്ഞാൽ ദേശസ്നേഹികൾ, നിങ്ങളെന്ന് പറഞ്ഞാൽ രാജ്യദ്രോഹികൾ. അങ്ങനെ ഒരു നരേറ്റീവ് കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്കറിയാം, ഒരു സ്വച്ഛന്തമായിട്ടുള്ള ഒരു സ്വതന്ത്രമായ ഒരു ചർച്ച പോലും നമുക്ക് സാധ്യമാകാത്ത ഒരു സാഹചര്യമാണ്. ഇപ്പോൾ നമ്മുടെ സാമൂഹ്യ മാധ്യമങ്ങളിൽ നമ്മളിപ്പോൾ ഒരു അഭിപ്രായ പ്രകടനം നടത്തിയാൽ അഭിപ്രായത്തെക്കുറിച്ചല്ല ചർച്ച. അഭിപ്രായ പ്രകടനം നടത്തിയ ആളുടെ ജാതിയെക്കുറിച്ചും മതത്തെക്കുറിച്ചും രാഷ്ട്രീയത്തെക്കുറിച്ചാണ് ചർച്ച. ഇപ്പോൾ ജോൺ ബ്രിട്ടാസ് നടത്തിയ പറയുമ്പോൾ ക്രിസ്ത്യാനി എന്ന് പറഞ്ഞാൽ നമുക്കൊന്നും ഇതുവരെ ഇല്ലാത്ത ചില ചിഹ്നങ്ങളൊക്കെ നമ്മുടെ മുകളിൽ അടിച്ചേൽപ്പിക്കപ്പെട്ടു. അപ്പോൾ അങ്ങനെ ഇതുവരെ നമ്മുടെ ഇന്ത്യ രാജ്യം കണ്ടിട്ടില്ലാത്ത രീതിയിലുള്ള അസഹിഷ്ണുത നിറഞ്ഞിട്ടുള്ള ഒരു വ്യവഹാരമായിട്ട് നമ്മുടെ ഈ പറയുന്ന മാധ്യമപ്രവർത്തനത്തിൻ്റെ രംഗവും മാറിക്കൊണ്ടിരിക്കുകയാണ്. കേന്ദ്ര സർക്കാരിന് സ്വാഭാവികമായിട്ടും ഇതിനെല്ലാം നിയന്ത്രിക്കണമെന്ന്, അതിൻ്റെ ഭാഗമായിട്ട് അവർ എന്തും ചെയ്യും. എത്ര പേർക്കെതിരെ കേസെടുത്തിരിക്കുന്നു. ഇപ്പോൾ ദൈനിക് ഭാസ്കർ എന്നുള്ളൊരു പത്രത്തിനെതിരെ റെയ്ഡുകൾ. ഇപ്പോൾ നിങ്ങൾക്കറിയാം, കേന്ദ്ര അന്വേഷണ ഏജൻസികളെയൊക്കെ എങ്ങനെയാണ് കേന്ദ്ര ഗവൺമെൻറ് ഉപയോഗിക്കുന്നത്. ദൈനിക് ഭാസ്കർ ചെയ്ത് ഏക തെറ്റേ ഉള്ളൂ. എന്ന തെറ്റ് ഈ കോവിഡ് സംബന്ധിച്ചിട്ടുള്ള വിവരങ്ങൾ കുറച്ച് കൊടുത്തു. ഗംഗാ നദിയിൽ ഒഴുകി പോയിക്കൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ ഒഴുകുന്ന മൃതദേഹങ്ങളുടെ പടങ്ങൾ നൽകി. അങ്ങനെ കോവിഡ് സംബന്ധിച്ച് വളരെ സചേതനമായിട്ടുള്ള ചില വാർത്തകളും ചിത്രങ്ങളും ദൈനിക് ഭാസ്കർ ക്യാരി ചെയ്തതിൻ്റെ തൊട്ടു പിന്നാലെ റെയ്ഡ് നടന്നു. അതോടുകൂടിയിട്ട് ആ പത്രത്തെ നിശബ്ദമാക്കുക എന്നുള്ളതാണ്. അപ്പം ഒരു ഭയത്തിൻ്റെ അല്ലെങ്കിൽ ഒരു എന്താ പറയുക, വല്ലാത്ത ഒരു അന്തരീക്ഷം നമ്മുടെ സമൂഹത്തിൽ സൃഷ്ടിക്കപ്പെട്ടിരിക്കുകയാണ്. നിങ്ങൾക്കറിയാം എങ്ങനെയാണ് ഈ അന്വേഷണ ഏജൻസികളൊക്കെ ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് ഏറ്റവും വലിയ ഡിസ്ട്രെസ്സിലാണ് നമ്മുടെ മീഡിയ. ഒരു വശത്ത് അതിൻ്റെ സാമ്പത്തികമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ, ഇക്കോണമി തകർന്നത് സംബന്ധിച്ചുള്ള പരസ്യത്തിൻ്റെ കുറവുകൾ, കോമ്പറ്റീഷൻ, മറ്റ് പ്രശ്നങ്ങൾ എല്ലാം, മറുവശത്ത് ഇതുപോലുള്ള നിയന്ത്രണം. അപ്പോൾ അതുകൊണ്ട് ഇന്ത്യ എന്നുള്ള ഒരു രാജ്യത്തെ താങ്ങി നിർത്തുന്ന അല്ലെങ്കിൽ ഇന്ത്യയുടെ ജനാധിപത്യ പ്രക്രിയയെ ത്വരിതപ്പെടുത്തുന്ന നാലാം നെടുന്തൂണെന്ന് പറയുന്ന മാധ്യമ മേഖല ഇതുവരെ കണ്ടിട്ടില്ലാത്ത രീതിയിലുള്ള നിയന്ത്രണങ്ങൾക്ക് പ്രത്യക്ഷമായും പരോക്ഷമായും വിധേയമായിക്കൊണ്ടിരിക്കുകയാണ്. അല്ല, സംശയത്തിനെന്ന് പറഞ്ഞാൽ ഇപ്പോൾ കഴിഞ്ഞ പാർലമെൻറ്റിൻ്റെ സമ്മേളനം, വർഷകാല സമ്മേളനം പൂർണ്ണമായും വാഷൗട്ടായി. വർഷകാല സമ്മേളനമായതുകൊണ്ട് മഴ കൊണ്ട് വാഷൗട്ടായതല്ല. അതായത് പെഗാസസ് എന്നുള്ള വിഷയത്തിൽ പ്രധാനമന്ത്രിയോ ആഭ്യന്തരമന്ത്രിയോ വന്ന് ഒരു ചർച്ച നടത്തണമെന്ന ഒരു ന്യായമായ ഒരു ആവശ്യം പോലും അംഗീകരിക്കാൻ ഭരണപക്ഷം തയ്യാറല്ല. ഒന്ന് ചിന്തിച്ചു നോക്കും. ഇന്ത്യയിൽ എത്രയോ പ്രധാനമന്ത്രിമാരുണ്ട്. ഇപ്പോൾ ഡോക്ടർ മൻമോഹൻ സിംഗ്, ഞാൻ ഈ പറയുന്ന രാജീവ് ഗാന്ധി മുതലുള്ള പ്രധാനമന്ത്രിമാർ എങ്ങനെയാണ് പാർലമെൻറ്റിനോട് പെരുമാറിയിട്ടുള്ളതെന്നുള്ളത് നേരിട്ടറിയാവുന്നതാണ്.
രാജീവ് ഗാന്ധി പ്രധാനമന്ത്രിയായിരിക്കുന്ന സമയത്തും വി പി സിംഗും ചന്ദ്രശേഖറും നരസിംഹറാവുവും ദേവഗഡിയും ഗുജറാളും മൻമോഹൻ സിംഗും അങ്ങനെ എത്രയോ പ്രധാനമന്ത്രിമാർ എങ്ങനെയാണ് പാർലമെൻറ്റിനെ സമീപിച്ചിട്ടുള്ള കാര്യം എനിക്ക് നേരിട്ടറിയാവുന്നതാണ്. അന്നൊക്കെ ഈ ഗാലറിയിൽ ഇരുന്ന് കൊണ്ട് ഇതൊക്കെ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളതാണ്. സെൻട്രൽ ഹാളിൽ ഇരുന്നവരൊക്കെ ആയിട്ട് സംസാരിച്ചിട്ടുള്ളതാണ്. പ്രധാനമന്ത്രിമാരുടെ കൂടെ ഞാൻ യാത്ര ചെയ്തിട്ടുള്ളതാണ് വിദേശ ട്രിപ്പുകളിലൊക്കെ. പക്ഷെ ഇത്രത്തോളം പാർലമെൻറ്റിനെ അവഗണിക്കുന്ന മറ്റൊരു സർക്കാരിനെ ഞാൻ എൻ്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല. ഇപ്പം ഓരോ ബില്ലൊക്കെ പാസ്സാക്കുന്നത് ഈ പറഞ്ഞ ദോശ ചുടുന്ന പോലെയാണ് ഒരു ബില്ലെന്ന്. അതുകൊണ്ടാണ് സുപ്രീം കോടതിയുടെ ചീഫ് ജസ്റ്റിസിനും ജഡ്ജിമാർക്കും അഭിപ്രായപ്പെടേണ്ടി വന്നത്. നിയമനിർമ്മാണം എന്ന് പറയുന്നത് വളരെ അവധാനതയോടെയും സൂക്ഷ്മതയോടെയും കൈകാര്യം ചെയ്യേണ്ട ഒരു മേഖലയാണ്. കോടാനുകോടി ജനങ്ങളുടെ ജീവിതത്തെ ബാധിക്കുന്ന ഒരു വിഷയമാണ് നിയമനിർമ്മാണം. ഒരു സർജൻ കാണിക്കേണ്ട, ഒരു ശസ്ത്രക്രിയ നടക്കുമ്പോൾ സർജൻ കാണിക്കേണ്ട സൂക്ഷ്മതയേക്കാൾ 10 മടങ്ങ് സൂക്ഷ്മതയും ജാഗ്രതയും ശ്രദ്ധയും വേണ്ട ഒരു മേഖലയാണ്. എന്നൊക്കെ പറഞ്ഞ ഒരു ബില്ല് ഏതൊക്കെ തരത്തിലാണ് ആൾക്കാരെ ബാധിക്കുന്നത്. പക്ഷേ ഒരു ബില്ല് ചർച്ച പോലും നടക്കാതെ പാസ്സാക്കുകയാണ്, ആർക്കും ഒരു പരാതിയില്ലാത്ത രീതിയിൽ. അപ്പം പാർലമെൻറ്റിലൊക്കെ പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ ശ്രദ്ധേയമായ ഡിബേറ്റുകളാണ്. ഈ പറഞ്ഞ BJPയുടെ തന്നെ പ്രധാനപ്പെട്ട നേതാക്കളായിരുന്ന അടൽ ബിഹാരി വാജ്പേയിയും LK അദ്വാനിയൊക്കെ ചർച്ചയിൽ പങ്കെടുക്കുന്ന ഞാൻ നേരിട്ട് കണ്ടിട്ടുള്ളതാണ്. അന്ന് വാജ്പേയിയും LK അദ്വാനിയൊക്കെ പ്രസംഗിക്കുകയാണെങ്കിൽ ഞങ്ങളെപ്പോലുള്ള മാധ്യമപ്രവർത്തകർ ഓടി വന്ന് ഗാലറിയിൽ ഇരിക്കും അത് കേൾക്കാൻ വേണ്ടിയിട്ട്. എത്രയോ മിടുക്കന്മാരായിട്ടുള്ള സമർത്ഥന്മാരായിട്ടുള്ള അങ്ങനെയുള്ള പ്രധാനപ്പെട്ട ആൾക്കാരുടെ പ്രസംഗം കേൾക്കാൻ വേണ്ടി പ്രധാനമന്ത്രിമാരും വരും, പ്രധാനമന്ത്രിയും വന്നിരിക്കും. ഇന്ന് നമ്മുടെ നിയമസഭയെ കണ്ടിട്ടില്ലേ? മിക്കവാറും നിയമസഭയിൽ എല്ലാ ചർച്ചകൾ നടക്കുമ്പോൾ അല്ലെങ്കിൽ ചോദ്യോത്തരവേളയിലും മുഖ്യമന്ത്രി അവിടെ ഇരിപ്പുണ്ട്. ഈ ഗവൺമെൻറ് അധികാരത്തിൽ വന്ന ശേഷം പ്രധാനമന്ത്രി പാർലമെൻറ്റിലേക്ക് തിരിഞ്ഞു നോക്കുന്നില്ല. ഈ കഴിഞ്ഞ വർഷകാല സമ്മേളനത്തിൽ പ്രധാനമന്ത്രി ചെലവഴിച്ചത് മിനിറ്റുകൾ മാത്രമാണ് പാർലമെൻറ്റിൽ. ആദ്യത്തെ ഒരു ദിവസം വന്ന് ഒരു 5 മിനിറ്റ് ഇരുന്നു, അവസാനത്തെ ദിവസം ഒരു 5 മിനിറ്റ് വന്നു. അപ്പോൾ ഇത് ഒരു ജനാധിപത്യത്തിൻ്റെ അവസ്ഥയാണിത്. പണ്ടൊക്കെ ഒരു ബില്ല് നമ്മൾ ഈ പറഞ്ഞ കമ്മിറ്റി സിസ്റ്റം ഇന്ത്യൻ പാർലമെൻറ്റിൽ ഉണ്ടാക്കിയതിന് വേണ്ടിയിട്ടാണ്. 10-20 പേര് ഈ ബില്ലുമായി ബന്ധപ്പെട്ട് അറിവും അവഗാഹമുള്ള ആൾക്കാർ ഒരു ബില്ല് പാർലമെൻറ്റിൽ അവതരിപ്പിച്ച ശേഷം ആ ബില്ല് റെഫർ ചെയ്ത് കഴിഞ്ഞാൽ ആ കമ്മിറ്റി അത് ഇഴകീറി പരിശോധിക്കും. മാത്രമല്ല ബന്ധപ്പെട്ട ഇപ്പം ഞാനിപ്പോൾ പാർലമെൻ്ററി കൊമേഴ്സ് സ്റ്റാൻഡിംഗ് കമ്മിറ്റിയുടെ മെമ്പറാണ്. ഞങ്ങളെങ്ങനെയാണ് ചെയ്യുന്നത്? കൊമേഴ്സ് സ്റ്റാൻഡിംഗ് കമ്മിറ്റി മീറ്റിംഗ് വിളിച്ച് ബന്ധപ്പെട്ട ആൾക്കാരെ വിളിച്ചു വരുത്തും, ഉദ്യോഗസ്ഥന്മാരെയും ബന്ധപ്പെട്ട എല്ലാ ഏജൻസികളെയും പ്രതികളെയും വിളിച്ചു വരുത്തും. അപ്പോൾ ഞങ്ങൾ കാശ്മീരിൽ പോയി അവിടുത്തെ ചേംബർ ഓഫ് കൊമേഴ്സ്, ഫിക്കി, ട്രാവൽ അസോസിയേഷൻ, അങ്ങനെ നൂറുകണക്കിന് സംഘടനകളുടെ ആൾക്കാർ വരും. അങ്ങനെ എല്ലാവരുടെയും ക്രോസ് സെക്ഷൻ ഓഫ് അഭിപ്രായങ്ങൾ സ്വരൂപിച്ചിട്ടാണ് ഒരു നിർദ്ദേശത്തിലേക്ക് ഞങ്ങൾ പോകുന്നത്. അപ്പോൾ ഒരു നിർണായകമായ ഒരു ബില്ല് അങ്ങനെ ഒരു കമ്മിറ്റിക്ക് അയച്ചു കഴിയുമ്പോൾ ആ കമ്മിറ്റിക്ക് അത് കൃത്യമായിട്ട് കാര്യങ്ങൾ ചെയ്യാം. ഇന്നൊരു ബില്ലും അങ്ങനെ കമ്മിറ്റിക്ക് അയക്കില്ല. 100 ബില്ലുണ്ടെങ്കിൽ 5, 8, 10% ബില്ലുകൾ പോലുമാണ് മാത്രം അയക്കുന്നത്. പണ്ടൊക്കെ 70% ബില്ലുകൾ അയച്ചിരുന്നു. ചർച്ചകൾ പാർലമെൻറ്റിൽ നടക്കുന്നില്ല, പ്രധാനമന്ത്രി പാർലമെൻറ്റിൽ വരുന്നില്ല, എന്തിനേറെ ആഭ്യന്തരമന്ത്രി വരുന്നില്ല. പ്രതിപക്ഷത്തിൻ്റെ ആവശ്യങ്ങളെ പരിപൂർണമായി നിരാകരിക്കുന്നു. പ്രതിപക്ഷവും കൂടി ചേരുന്നതാണ് യഥാർത്ഥത്തിൽ പാർലമെൻറ്റിൻ്റെ നടപടിക്രമങ്ങൾ. അതുകൊണ്ട് ആ അർത്ഥത്തിൽ എനിക്ക് തോന്നുന്നു ഒരുപക്ഷെ ഈ ഗവൺമെൻറ്റിന് പാർലമെൻറ്റിനേക്കാൾ ഇഷ്ടം പാർലമെൻറ്റ് ബിൽഡിംഗ് നിർമ്മിക്കുന്നതിനായിരിക്കാം വേണമെങ്കിൽ. അപ്പോൾ അത്തരം ഒരു ദുരവസ്ഥയിലേക്കാണ് നമ്മൾ കടന്നു പോകുന്നത്. എന്തായാലും അത് സംബന്ധിച്ച് കുറച്ച് ധാരണകൾ നമ്മുടെ സമൂഹത്തിൽ ശക്തിപ്പെടുന്നുണ്ട്. ഇങ്ങനെയാണ് ഈ ഗവൺമെൻറ് ഈ പാർലമെൻറ്റിനെ സമീപിക്കുന്നത്. ഈ ഒരുപക്ഷെ ഇതിലെനിക്ക് നല്ലൊരു മറുപടി പറയാൻ എനിക്ക് ആഗ്രഹമുണ്ട്. എന്താ കാരണം എന്ന് വെച്ചാൽ ചിലരെന്നോട് ചോദിച്ചു, ഇത് മാധ്യമപ്രവർത്തകർ രാഷ്ട്രീയത്തിലേക്ക് പോകുമ്പോൾ ഇത് രണ്ടും തമ്മിലൊരു ഘടകവിരുദ്ധമായല്ലേ എന്നുള്ള രീതിയിൽ. അപ്പോൾ ആ ഒരു സൂചന കൂടി ആ ചോദ്യത്തിലുണ്ടാകാം. അല്ല, നികേഷ് വന്നു തിരിച്ചു പോയി എന്നുള്ള അതിനെക്കുറിച്ച് ഞാൻ ചർച്ച ചെയ്യുന്നില്ല. അതൊക്കെ ഓരോരുത്തരുടെ വ്യക്തിപരമായ സ്വാതന്ത്ര്യമാണ്. പക്ഷെ ഞാൻ കാണുന്നതിന് വേറൊരു വിശാല അടിസ്ഥാനത്തിലാണ്. എൻ്റെ അഭിപ്രായത്തിൽ നമ്മുടെ സാമൂഹ്യ പ്രതിബദ്ധതയുടെ 2 വശങ്ങളാണ് മാധ്യമപ്രവർത്തനവും രാഷ്ട്രീയ പ്രവർത്തനവും. ഇത് തമ്മിൽ ഒരു വൈരുദ്ധ്യമില്ല.
യഥാർത്ഥത്തിൽ കോംപ്ലിമെൻ്ററിയാണ്. എന്താ കാരണം എന്ന് വെച്ചാൽ നമുക്ക് നമ്മുടെ സമൂഹത്തോടുള്ള കടമ നിറവേറ്റാൻ വേണ്ടിയിട്ടുള്ള ജാലകങ്ങളാണിതെല്ലാം. മാധ്യമപ്രവർത്തനത്തിൻ്റെയും രാഷ്ട്രീയ പ്രവർത്തനത്തിൻ്റെയും ജാലകങ്ങൾ നമ്മുടെ പർപ്പസിനെ സെർവ് ചെയ്യുന്നതാണ്. രണ്ടാമത്തെ കാര്യം, നല്ലൊരു മാധ്യമപ്രവർത്തകൻ നല്ലൊരു രാഷ്ട്രീയ ജീവിയായിരിക്കണം എന്നുള്ള അഭിപ്രായക്കാരനാണ് ഞാൻ. രാഷ്ട്രീയം ഇതിന് നിഷിദ്ധമാണെന്നുള്ള ഒരു അർത്ഥം എനിക്കില്ല. എന്താ കാരണം എന്ന് വെച്ചാൽ ലോകത്തിലെ ഏറ്റവും പുകൾപ്പെട്ട എല്ലാ മാധ്യമപ്രവർത്തകർക്കും ശക്തമായ രാഷ്ട്രീയം ഉണ്ടായിരുന്നു. ശക്തമായ രാഷ്ട്രീയം. ഇപ്പോൾ കേരളത്തിൽ ഇപ്പോൾ സ്വദേശി ശിവമാനി എടുത്താലും കെ ബാലകൃഷ്ണൻ എടുത്താലും KP കേശവമേനോൻ എടുത്താലും ആരെടുത്താലും, ഇപ്പോൾ മാതൃഭൂമിയുടെ സ്ഥാപക പത്രാധിപരായ ആൾ ആരെടുത്താലും ശക്തമായ രാഷ്ട്രീയമുള്ള ആൾക്കാരാണ്. ഇന്ത്യയിൽ മികച്ച പത്രപ്രവർത്തകരുടെ ലിസ്റ്റ് തയ്യാറാക്കുകയാണെങ്കിൽ അതിൽ ജവഹർലാൽ നെഹ്റുവും മഹാത്മാഗാന്ധിയും ഉൾപ്പെടും. അങ്ങനെ ഈ രാഷ്ട്രീയ പ്രവർത്തനവും മാധ്യമപ്രവർത്തനവും പരസ്പര പൂരകമാണെന്ന് വിശ്വസിക്കുന്നതാണ്. അരാഷ്ട്രീയമായ ഒരു അസ്തിത്വവും അല്ലെങ്കിൽ പ്രവർത്തനവുമാണ് യഥാർത്ഥത്തിൽ ഹാനികരം. നിങ്ങളും നല്ല രാഷ്ട്രീയ ജീവികളായിരിക്കണം എന്നാണ് എൻ്റെ എളിയ ഒരു ഉപദേശം. അപ്പോൾ നിങ്ങൾ അടുത്ത് ചോദിക്കും, നമ്മളൊരിക്കലും ഫാക്ട്സിന്, ഇപ്പം ഞാൻ ഒരു പ്രകടമായ ഒരു രാഷ്ട്രീയം വിശ്വാസം വെച്ച് പുലർത്തിക്കൊണ്ട് തന്നെ ഞാൻ എത്രയോ ചർച്ചകൾ നയിച്ചിട്ടുണ്ട്. ഒരുപക്ഷെ നിങ്ങൾ മറ്റ് ചാനലുകളിൽ രാഷ്ട്രീയം ഇല്ലാത്ത ആൾക്കാർ നടത്തുന്ന ചർച്ചയേക്കാൾ കൂടുതൽ സ്വതന്ത്രമായിട്ടും നിഷ്പക്ഷമായിട്ടും ഇൻവെർട്ടർ കോമ ചർച്ച നടത്താൻ എനിക്ക് കഴിയുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. അങ്ങനെയാണ് എൻ്റെ ചർച്ചയിൽ പങ്കെടുക്കുന്ന ആൾക്കാരെല്ലാം അഭിപ്രായപ്പെട്ടിട്ടുള്ളത്. അപ്പോൾ അതൊരിക്കലും നമ്മുടെ എന്താ പറയുക, കാഴ്ചപ്പാടുകളെ ബ്ലർ ചെയ്യുന്നില്ല. യഥാർത്ഥത്തിൽ നമുക്കൊരു രാഷ്ട്രീയമായ ഒരു കാഴ്ചപ്പാടെന്ന് പറയുന്നത് ഒരു മാധ്യമപ്രവർത്തകന് ഒരു ദൂരക്കാഴ്ച നൽകാൻ സഹായിക്കുന്ന ഒന്നാണ്. ദൂരക്കാഴ്ച എന്ന് വെച്ചാൽ നമുക്ക് കുറച്ചും കൂടി സമൂഹത്തെ വിശാലമായിട്ട് കാണാൻ നമ്മളെ സഹായിക്കുന്ന ഒന്നാണ് നമ്മുടെ ഈ പറഞ്ഞ രാഷ്ട്രീയ കാഴ്ചപ്പാടുകൾ. ഇനി സിനിമയിൽ ഓസ്കാർ അവാർഡ് കിട്ടിയെന്ന് പറയുന്ന പോലെയാണ് ലോക മാധ്യമരംഗത്ത് പുലിറ്റ്സർ പ്രൈസ്. നിങ്ങൾ കേട്ടിട്ടുണ്ടോ പുലിറ്റ്സർ പ്രൈസ് എന്ന് പറയുന്നത്? ഈ പുലിറ്റ്സർ പ്രൈസ് ആരുടെ പേരിലാണ്? ജോസഫ് പുലിറ്റ്സർ എന്ന് പറയുന്ന അമേരിക്കയിലെ ഒരു രാഷ്ട്രീയക്കാരൻ്റെ പേരിലാണ്. അദ്ദേഹം ഡെമോക്രാറ്റിക് പാർട്ടിയുടെ നേതാവും കോൺഗ്രസ്സിലെ, അതായത് നമ്മുടെ ഇന്ത്യൻ പാർലമെൻറ്റ് പോലെ അവിടുത്തെ പാർലമെൻറ്റിലെ അംഗവുമായിരുന്നു. അങ്ങനെ പ്രകടമായ രാഷ്ട്രീയമുണ്ടായിരുന്ന ഒരു വലിയൊരു മാധ്യമപ്രവർത്തകൻ്റെ പേരിലുള്ള അവാർഡാണ് ലോകത്തിലെ ഏറ്റവും വലിയ മാധ്യമ അവാർഡ്, പുലിറ്റ്സർ പ്രൈസ്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് തോന്നുന്നു അങ്ങനത്തെ ഒരു വൈരുദ്ധ്യം ഇത് തമ്മിലില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഇപ്പോഴും എനിക്ക് നല്ലൊരു അവസരം കിട്ടിയാൽ നല്ലൊരു മാധ്യമ പ്രവർത്തകനായിട്ട് പ്രവർത്തിക്കണം എന്നാണ് ആഗ്രഹം. ഞാൻ കേരള TVയുടെ മാനേജിങ് ഡയറക്ടറായി പ്രവർത്തിക്കുന്ന സമയത്തും ഞാനൊരു സാധാരണ റിപ്പോർട്ടറുടെ ജോലി ചെയ്തിട്ടുണ്ട്. എനിക്കിപ്പോഴും ഓർമ്മയുണ്ട് വളരെ. അതായത് അതുകൊണ്ടുള്ള ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ടായിട്ടുണ്ട്. മൻമോഹൻ സിംഗ് മോസ്കോ റഷ്യയിൽ പോകുന്ന സമയത്ത് അദ്ദേഹത്തിന് അകമ്പടി സേവിക്കാൻ വേണ്ടി, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ മാധ്യമ സംഘത്തിൽ അംഗമാകാനൊരു ഭാഗ്യം എനിക്ക് ലഭിച്ചിരുന്നു. അപ്പോൾ അന്ന് വലിയ സുപ്രധാനമായിട്ടുള്ള കരാറുകൾ ഡോക്ടർ മൻമോഹൻ സിംഗ് ചർച്ച നടക്കുകയാണ്. അപ്പോൾ ഞങ്ങൾ മോസ്കോയിലെത്തിയപ്പോൾ മോസ്കോയിലാണെങ്കിൽ മൈനസാണ് ഫ്രീസിങ് എന്ന് വെച്ചാൽ അത്രത്തോളം തണുപ്പാണ്. പക്ഷേ ഞാനൊരു ചെറിയ ക്യാമറയായിട്ടാണ് പോയിരിക്കുന്നത്. ഞാൻ അവിടുന്ന് റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഞാനന്ന് കേരള TVയുടെ മാനേജിങ് ഡയറക്ടറും ചീഫ് എഡിറ്ററുമാണ്, ഇന്നും അങ്ങനെ തന്നെ. അപ്പോൾ അങ്ങനെ പോയ സമയത്ത് ഇപ്പം ശ്വാസം കിട്ടാത്തതുകൊണ്ടൊന്ന് കുറച്ച് നേരം, അപ്പം അവിടെ എത്തിക്കഴിഞ്ഞ് അപ്പോൾ എനിക്ക് എൻ്റെ ഉള്ളിലെ ഒരു മാധ്യമപ്രവർത്തകൻ്റെ എന്താ പറയണ്ടേ, ഒരു ചോദന ഇങ്ങനെ ശക്തിപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പം എൻ്റെ ആഗ്രഹം എന്താണ്, ഈ വാർത്തകൾ ഒരു ടെലിവിഷൻ ജേർണലിസ്റ്റ് എന്ന സൈൻ ഓഫ് എന്നൊരു സംഭവമുണ്ട്, സൈൻ ഓഫ് ചെയ്യാന്നുള്ളത്. അപ്പോൾ ഞങ്ങളിങ്ങനെ ക്രെംലിൻ പാലസിൻ്റെ മുമ്പിൽ നിന്നിട്ട് ഈ ചർച്ചകളെക്കുറിച്ച് സമ്മപ്പ് ചെയ്യാൻ വേണ്ടി ഞാനിങ്ങനെ, അപ്പോൾ എങ്ങനെയാണ്, അപ്പം തല മുഴുവൻ ഇങ്ങനെ മറച്ചു വെച്ചിരിക്കുകയാണ്, കംപ്ലീറ്റ് വലിയ ഓവർകോട്ടുകളൊക്കെ ഇട്ടിരിക്കുകയാണ്. നമ്മുടെ 2 കണ്ണ് മാത്രമേ പുറത്ത് കാണുന്നുള്ളൂ, അത്ര തണുപ്പാണ്, ഗ്ലൗസ് എല്ലാം ഇട്ടിട്ട്. അപ്പോൾ എൻ്റെ കൂടെ ഉണ്ടായിരുന്ന മാതൃഭൂമിയുടെ ഡൽഹി ബ്യൂറോ ചീഫായിരുന്നുള്ള NS ശോകനോട് ഞാൻ പറഞ്ഞു, ഒരു നിമിഷം ഈ ക്യാമറ എൻ്റെ നേരെ ഒന്ന് പിടിക്കണം. ഞാനിങ്ങനെ ഇതൊന്ന് തൊപ്പി ഊരി, ഇങ്ങനെ സുപ്രധാനമായ തീരുമാനങ്ങളാണ് മോസ്കോയിലെ ക്രെംലിൻ പാലസിൻ്റെ മുമ്പിൽ നിന്ന് ജോൺ ബ്രിട്ടാസ്
എന്നൊന്ന് പറയാൻ വേണ്ടി വെച്ചാൽ അതൊരു സൈൻ ഓഫാണ്. സൈൻ ഓഫ് മാത്രമല്ല, അതൊരു സ്റ്റാമ്പാണ്. അതിന് വേണ്ടിയിട്ട് അതല്ല പിന്നെ നമ്മളെടുത്ത വിഷ്വൽസൊക്കെ നമ്മുടെയാണെന്ന് ആരും അറിയുന്നില്ലല്ലോ. അപ്പോൾ ഒരു പത്രപ്രവർത്തകൻ്റെ ഒരു വലിയൊരു വികാരപരമായിട്ടുള്ള ഒരു ഇത്. അപ്പോൾ ഞാനിങ്ങനെ അതേ ക്യാമറ പിടിച്ചു. ഒരു സെക്കൻഡ് കൊണ്ട് ഞാൻ എൻ്റെ തൊപ്പിയും ഇതെല്ലാം മാറ്റി. ജോൺ ബ്രിട്ടാസാന്ന് ജനങ്ങൾ അറിയണമല്ലോ. ഞാൻ പെട്ടെന്ന് ഇപ്പോൾ മാസ്കൊക്കെ വെച്ച് കഴിയുമ്പോൾ നമുക്കറിയാം എന്താ ബുദ്ധിമുട്ട്. മാസ്ക് വെച്ചാൽ പലരെ അറിയാം. അപ്പം ഇത് മുഴുവൻ ഇട്ട് കഴിഞ്ഞാൽ എന്തായിരിക്കും ശരിയാണ്. ഞാനിങ്ങനെ 2 വാചകം ഇങ്ങനെ 2-3 വാചകം പറഞ്ഞ് അപ്പോഴേക്കും ഇവിടെ ഒരു വേദന തുടങ്ങി. അത് കഴിഞ്ഞ് തൊപ്പി തിരിച്ചിട്ടു. പിറ്റേ ദിവസം ഞങ്ങൾ ഫ്ലൈറ്റിൽ പോരുവാണ്. ഫ്ലൈറ്റിൽ പോരുന്ന സമയത്ത് വലിയ ജംബോ ജെറ്റാണ്. അതിൽ പ്രധാനമന്ത്രിയുടെ ഓഫീസ്, തൊട്ട് അത് കഴിഞ്ഞാൽ ഉദ്യോഗസ്ഥന്മാരുടെ ഓഫീസ്, അത് കഴിഞ്ഞാൽ പിന്നെ മാധ്യമപ്രവർത്തകരുടേതാണ്. ഇങ്ങനെയാണ് ഈ പറഞ്ഞ ഫ്ലൈറ്റ് സെറ്റപ്പ് ചെയ്യുന്നത്. ഡബിൾ ഡെക്കർ ഫ്ലൈറ്റിൽ ഞാനിങ്ങനെ ചാരി ചെയ്യുന്ന കുഴപ്പമില്ല. ഇതിങ്ങനെ വേദന കയറി വരുന്നുണ്ട്. കുറച്ച് കഴിയുമ്പോഴേക്കും ഞാൻ നോക്കുമ്പോൾ എൻ്റെ 2 ചെവി നല്ല ഉരുളക്കിഴങ്ങിൻ്റെ വലുപ്പമായി. എന്താ കാരണം? ഈ തണുപ്പടിച്ച് ഇതങ്ങോട്ട് ആയി. അപ്പോഴേക്കും എനിക്ക് ആകെ വിഷമവും സങ്കടവും വേദന കൊണ്ട് പൊളയുക. ഞാനിങ്ങനെ ഒരു ഇതൊക്കെ വെച്ച് സ്കാർഫെല്ലാം വെച്ച് ഷോളൊക്കെ വെച്ച് ഇതിങ്ങനെ മറച്ച് ഇങ്ങനെ ഇരിക്കുക. ഈ ചെവി ഇങ്ങനെ കണ്ടു കഴിഞ്ഞാൽ ആരെന്ത് വിചാരിക്കുന്നു വെച്ച് ഡൽഹിയിൽ വിമാനം ഇറങ്ങി. ഞാനന്ന് നമ്മുടെ സുരേഷ് കുറുപ്പ് MP ആണ്. സുരേഷ് കുറുപ്പിനെ വിളിച്ച്, കുറുപ്പെ നമുക്കൊന്ന് ഡോക്ടറെ അടിയന്തരമായി കാണുമെന്ന് പറഞ്ഞു. കുറുപ്പും ഞാനും കൂടി പാർലമെൻറ്റിലെ ഒരു ഡോക്ടറെ അടുത്ത് പോയി. അവിടെ പോയി കഴിഞ്ഞപ്പോഴും ഇത് മാറ്റിയപ്പോഴും ഇയാളും കണ്ട് ഞെട്ടി. പക്ഷേ അയാൾ ഞെട്ടിയിട്ട് അയാൾ 2 സെക്കൻഡ് കഴിഞ്ഞാൽ വളരെ കൂളായിട്ട് അയാൾ നിന്നു. അത് കഴിഞ്ഞ് പറഞ്ഞാൽ പ്രശ്നമില്ല എന്ന് പറഞ്ഞു. അപ്പം എനിക്കൊരു ആശ്വാസമായി. അത് കഴിഞ്ഞ് അയാളുടെ 3ാമത്തെ വാചകമായിരുന്നു അതിക്രൂരം. കുഴപ്പമില്ല, അതങ്ങ് മുറിച്ച് കളഞ്ഞാവുന്നു. ചെവിരണ്ടു ചിന്തിച്ചു. ഒരു പീസ് ടു ദ ക്യാമറ സൈൻ ഓഫ് ചെയ്യാൻ ഞാൻ കാണിച്ചിട്ടുള്ള ഒരു സാഹസത്തിന് ഞാൻ കൊടുക്കേണ്ടി വരുന്നൊരു വില. ഇപ്പം നിങ്ങൾ ചിന്തിച്ചു നോക്ക്. ഇപ്പം ഇവിടെ ഇരിക്കുന്ന പല വേന്ദ്രന്മാരും 2 ചെവിയില്ലാത്ത ബ്രിട്ടാസിന് എന്തൊരു സൗന്ദര്യം ഉണ്ടാവുമായിരുന്നുള്ളതായിരുന്നു ഇവിടെ ഇപ്പോൾ പലരുടെ മനസ്സിൽ കൂടെ വന്നുകൊണ്ടിരിക്കുന്നത്. ഞാൻ ഞെട്ടിപ്പോയി. ഇയാളിത് പറയുകയും നമ്മുടെ സുരേഷ് കുറുപ്പങ്ങൾ പൊട്ടിച്ചിരിച്ചു. ഒന്ന് ചിന്തിച്ചു നോക്ക്. ഞാൻ എൻ്റെ ഷൂ ഇട്ട കാല് വെച്ചിട്ട് കുറുപ്പിൻ്റെ കാലിട്ട് ഒരു ഒറ്റ ചവിട്ടി വെച്ചു. അപ്പോൾ ഞാൻ വെച്ചു, കുറുപ്പെ ഇങ്ങനൊരു വലിയൊരു ദുരന്ത വാർത്ത പറയുമ്പോൾ നിങ്ങളിങ്ങനെ ചിരിക്കും. അല്ല, ഞാൻ നിന്നെ അങ്ങ് സങ്കല്പിച്ച് പോയി ചെവിയില്ലാതാണ് കിടന്നത്. ചിന്തിച്ചു നോക്ക്. അത് കഴിഞ്ഞ് ഞാൻ എപ്പോഴും ട്രിവാൻഡ്രത്ത് വിളിച്ച് നമ്മുടെ ജോൺ പണിക്കർ എന്ന് പറഞ്ഞ ഡോക്ടർ ENT വിളിച്ചു. അപ്പം പുള്ളി അവരോടൊക്കെ നുള്ളി നോക്കാൻ പറഞ്ഞു. അപ്പോൾ എവിടെയൊക്കെ നുള്ളിപ്പോൾ ഒരു ചെറിയൊരു വേദന വരുന്നുണ്ട്. അപ്പോൾ ഇത് ഈ ഫ്രോസ്റ്റ് ബൈറ്റാണ്. ഇതൊക്കെ പലരുടെയും കാലും കയ്യും ഒക്കെ മുറിച്ച് കളയുന്ന അങ്ങനെ ഫ്രോസ്റ്റ് ബൈറ്റ് നമ്മൾ ചിന്തിക്കില്ല. ഇത് -37 -25 മറ്റേ ആയിരുന്നു. മഞ്ഞിങ്ങനെ വീണുകൊണ്ടിരിക്കുന്ന സമയമാണ്. അപ്പോഴേക്കും അദ്ദേഹം പെട്ടെന്ന് മരുന്ന് സ്റ്റാർട്ട് ചെയ്യാൻ പറഞ്ഞു. ഇതൊക്കെ ചെയ്യൂ. എന്തായാലും കുറച്ച് ദിവസങ്ങൾ കൊണ്ട് പയ്യെ ഇത് ചുങ്ങി. ഇത് വെപ്പ് ചെവിയല്ല, ഒറിജിനൽ ചെവി തന്നെയാണ്. 2 ഒറിജിനൽ ചെവിയായിട്ട് ഞാനിപ്പം ഇവിടെ ജീവിക്കുന്നത്. ഞാൻ പറഞ്ഞു വരുന്നത് വെച്ചാൽ ഈ മാധ്യമപ്രവർത്തനത്തോടുള്ള ഒരു തൃഷ്ണ കാരണം നമ്മൾ എന്തെല്ലാം പ്രശ്നങ്ങളിൽ പോയിപ്പെട്ടിട്ടുണ്ട്. ഇപ്പോൾ എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. ഞാൻ ബാഗ്ദാദിൽ പിന്നെ ഇറാഖ് യുദ്ധം കവർ ചെയ്യാൻ പോയപ്പോൾ പോകുന്ന ട്രാൻസിറ്റ് രാജ്യങ്ങളിലൊന്നും വിസയില്ല. ഇപ്പം UAE-യിലൂടെയൊക്കെയാണ് പോകുന്നത്. എങ്ങനെ അതൊക്കെ ചിന്തിച്ച് കഴിയുമ്പം ഇപ്പം അന്ന് ഞങ്ങൾ ചെല്ലുന്ന എവിടെയാണ് പിന്നെ സിറിയയുടെ തലസ്ഥാനമായിട്ടുള്ള ഡമാസ്കസിലാണ് ഫ്ലൈറ്റ് ഇറങ്ങുന്നത്. ഡമാസ്കസിലെ എയർപോർട്ടിൽ നമ്മളിങ്ങനെ ഇനി എങ്ങനെ ബാഗ്ദാദിലേക്ക് പോകാൻ പറ്റും? അപ്പോൾ ഞങ്ങൾ ഡമാസ്കസിലെ വിമാനത്താവളത്തിൽ ഇങ്ങനെ കിടക്കുക. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഈ ഡമാസ്കസിനും ബാഗ്ദാദിനും ഇടയിൽ ഇല്ലീഗലായിട്ടുള്ള നിയമവിരുദ്ധമായിട്ടുള്ള ഫ്ലൈറ്റ്, നമ്മുടെ കള്ള ടാക്സി എന്നൊക്കെ പറയില്ലേ, കള്ള ടാക്സി ഓടുന്നതിലുള്ള ഫ്ലൈറ്റുകളുണ്ട്. അതിലൊരു ഫ്ലൈറ്റിൽ നമ്മൾ കയറുക. ഒന്ന് ചിന്തിച്ച് നോക്കുക. അതിൽ സീറ്റ് ബെൽറ്റും എയർ ഹോസ്റ്റസ് ഒന്നുമില്ല കേട്ടാ. ഒരാളുമില്ല. 2-3 മറ്റേ ഭയങ്കര തടിമല്ലന്മാർ പൈസ കളക്ട് ചെയ്യാൻ വേണ്ടിയുണ്ട്. അപ്പോൾ അങ്ങനൊരു ഇതൊരു നോൺ ഫ്ലൈ സോണിൻ്റെ മുകളിൽ കൂടെയാണ് പോകുന്നത്. അതായത് UN പ്രഖ്യാപിച്ച വ്യോമ നിരോധന മേഖലയിലൂടെയാണ് ഈ കള്ള ടാക്സി പോലെ ഈ ഫ്ലൈറ്റ്. അപ്പം നമ്മൾ ആ ഫ്ലൈറ്റിലിരുന്ന് ഞാൻ ആലോചിക്കും, എന്തിനാണ് ഈ സാഹസമൊക്കെ മുതിരുന്നത്? അപ്പോൾ എൻ്റെ അടുത്തുണ്ടായിരുന്ന, എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, ലണ്ടൻ ഇക്കണോമിസ്റ്റിൻ്റെ ഒരു സായിപ്പ് ഉണ്ടായിരുന്നു. അയാളിങ്ങനെ, നിങ്ങൾ എവിടെ നിന്നാന്ന് ചോദിച്ചു. ഞാനിങ്ങനെ ഫ്രം ഇന്ത്യ. അപ്പോൾ അയാൾക്ക് അത്ഭുതമാണ്, നിങ്ങൾ ഇന്ത്യയിൽ നിന്ന് ഇങ്ങോട്ട് വരുന്നത്. ഞാൻ പറഞ്ഞ് കേരളം എന്ന് പറഞ്ഞപ്പോൾ അയാൾ പറഞ്ഞു, വൈ ദ ഹെൽ യു വാണ്ട് ടു കം ഓൾ ദ വേ? ഇത്രയും ദൂരം നിങ്ങൾ സഞ്ചരിച്ച് ഇത്രയും റിസ്കി ആയിട്ടുള്ളൊരു യാത്രയ്ക്ക് എന്തിനാണ്? വൈ ഡു യു വാണ്ട് ടു കം? വി ആർ ഹിയർ ടു റിപ്പോർട്ട് ഫോർ യു. അങ്ങനെയുള്ള ഈ റോയിട്ടേഴ്സ്, AP, AFP പോലുള്ള ഞങ്ങളുണ്ടല്ലോ റിപ്പോർട്ട് ചെയ്യാൻ വേണ്ടി.
പക്ഷേ ഒരു കാര്യം എനിക്ക് മനസ്സിലായി, ഒരേ വാർത്തയെ നമ്മുടെ സാമൂഹ്യ വീക്ഷണവും നമ്മുടെ രാഷ്ട്രീയ പ്രതിബദ്ധതയും പല രൂപത്തിലായിരിക്കും നമ്മളിൽ അനുഭവപ്പെടുക. അന്ന് ബാഗ്ദാദിൽ നിന്ന് 10-12 ദിവസം നടത്തിയ റിപ്പോർട്ടിങ് വലിയ എൻ്റെ ജീവിതത്തിലെ അനുഭവമാണ്. മാത്രമല്ല ആദ്യം ബാഗ്ദാദിൽ ഇറങ്ങിയ ഒരു ഇന്ത്യൻ ജേർണലിസ്റ്റ് എന്നുള്ള ഒരു പദവി, അത് നിങ്ങളുടെ ഒരു പ്രതിനിധിയായിട്ടാണ് ഞാൻ അതിനെ കാണുന്നത്. അപ്പോൾ അന്ന് എന്നെ തൊട്ടപ്പുറത്തിരിക്കുന്ന റോയിട്ടേഴ്സും മറ്റേ BBC-കാരനൊക്കെ ഇതൊന്ന് ജനാധിപത്യം അഷറും ചെയ്യാനുള്ള യുദ്ധമായിട്ട് അതിനെ ചിത്രീകരിക്കുമ്പോൾ ഇതിനെ ഒരു അധിനിവേശമായിട്ട് റിപ്പോർട്ട് ചെയ്യാനുള്ള ഭാഗ്യം എനിക്കുണ്ടായി. നോക്ക്, ഒറ്റ സ്ഥലത്ത് നിന്നുകൊണ്ട് അടുത്തടുത്ത് നിൽക്കുന്ന ക്യാമറയിലേക്ക് നമ്മൾ നൽകുന്ന വാർത്തയുടെ വൈരുദ്ധ്യം നോക്ക്. അതാണ് മാധ്യമലോകം. അവർ കാണുന്നത് പോലെയല്ല നമ്മളതിനെ കാണുന്നത്. അപ്പം പിന്നെ നമ്മൾ ഈ പറഞ്ഞ എന്നെ കണ്ണു തുറപ്പിച്ചൊരു കാര്യമുണ്ട്. അതുവരെ നമ്മൾ ചിന്തിച്ചിരുന്നത്, നമുക്ക് കിട്ടിയ ഇമേജസിലൂടെ നമ്മൾ ചിന്തിച്ചിരുന്നത് ഭയങ്കര ബാർബേരിക്കായിട്ടുള്ളൊരു ഭരണകൂടം എന്നുള്ളതാണ്. പക്ഷേ ജനങ്ങളെ ഇഷ്ടപ്പെടുന്ന ഒരു ഭരണകൂടമായിരുന്നു എന്നുള്ളത് പിന്നീട് തിരിച്ചറിഞ്ഞു. പിന്നീട് അവിടെ ജനാധിപത്യം പോയിട്ട് അവിടെയുള്ള എല്ലാ സംവിധാനങ്ങളെയും തകർത്തെറിഞ്ഞ് ഇന്നിപ്പോൾ അത് ഇറാഖ് എന്നുള്ള രാജ്യത്തിൻ്റെ രൂപം എന്താണെന്ന് പോലും നമുക്ക് ആരും റിപ്പോർട്ട് ചെയ്യുന്നില്ല. ഇപ്പോൾ അഫ്ഗാനിസ്ഥാനെക്കുറിച്ച് ചർച്ച ചെയ്യുന്നു. അപ്പോൾ നോക്കുക, അപ്പോൾ അങ്ങനെയുള്ള ഒരു മാധ്യമപ്രവർത്തനം എന്ന നിലയിൽ ഒരുപാട് അനുഭവങ്ങൾ എനിക്കുണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് ഇപ്പോഴും ഇങ്ങനെയുള്ള ഈ MD എന്നുള്ള ആടയാഭരണങ്ങൾക്കപ്പുറത്ത് ഒരു സാധാരണ മാധ്യമപ്രവർത്തകനായി തുടർന്നും മുമ്പോട്ട് പോകാനും തുടർന്നും പ്രവർത്തിക്കാനുമുള്ള ഒരു ആഗ്രഹവും നിശ്ചയദാർഢ്യമുള്ള ഒരാളാണ് ഞാൻ. അതുകൊണ്ട് അതിലൊരു വ്യത്യാസവും സംഭവിക്കുന്നില്ല എന്ന് വിചാരിച്ച് കുട്ടൻ്റെ ജോലി പോകുന്നില്ല. കുട്ടനിപ്പം തുടരാം. ഓക്കെ. ശ്രമം എന്നുള്ള ചോദ്യം തെറ്റാ. സിനിമയിൽ അഭിനയിച്ചിരുന്നു. അത് എൻ്റെ വളരെ വേണ്ടപ്പെട്ട ആളായിരുന്നു നമ്മുടെ കൈതപ്പുറം, മധു കൈതപ്പുറം. കുട്ടൻ്റെ നാട്ടുകാരനൊക്കെയാണ്. അപ്പോൾ അദ്ദേഹത്തിന് വലിയൊരു ആഗ്രഹമായിരുന്നു. എനിക്ക് അദ്ദേഹം കുറച്ച് രോഗബാധിതനും കൂടിയായിരുന്നു. അപ്പം വളരെ നിർബന്ധിതത്തോടെ എന്നെ അതിലേക്ക് അദ്ദേഹം കൊണ്ടുവന്നതാണ്. ഒരു സിനിമ ആക്ടിങ് ഒരു പ്രൊഫഷനാക്കാൻ വേണ്ടി ആഗ്രഹിച്ചിട്ടുള്ള ആളുമല്ല, പക്ഷേ അതൊന്നും മോശപ്പെട്ട കാര്യമാണ് ചിന്തിക്കുന്ന ഒരാളുമല്ല ഞാൻ. അഭിനയിച്ചു. അതൊരു അനുഭവമാണ്. എന്താ കാരണത്താൽ ഒരുപക്ഷെ വിശാലമായിട്ടുള്ള മീഡിയ എൻ്റർടൈൻമെൻറ്റ്, ഇപ്പം ഞാനൊക്കെ പ്രദാനം ചെയ്യുന്ന മേഖല, ഇപ്പം ഞാനിപ്പം IBF എന്ന് പറഞ്ഞ ഇന്ത്യയിലെ എല്ലാ ടെലിവിഷൻ ചാനലുകളുടെയും പ്രധാനപ്പെട്ട ഒരു അപ്പെക്സ് ബോഡിയാണ്. അതിൻ്റെ ഒരു ഡയറക്ടർ ബോർഡ് മെമ്പർ കൂടിയാണ്. ഇപ്പോൾ അത് IBDF ആയി. അപ്പം സിനിമയും മീഡിയയും കൂടി ഒരുമിച്ച് ചേർത്തിട്ടാണ് കാണുന്നത്. മീഡിയ ആണ് എൻ്റർടൈൻമെൻറ്റ് ബിസിനസ് എന്നുള്ളതാണ്. അപ്പോൾ അതൊരു അനുഭവമായിട്ട് ഞാൻ കാണുന്നു. അപ്പോൾ അതിന് ഒരുപക്ഷെ അതും എൻ്റെ ഈ പറഞ്ഞ ഇതും സാങ്കേതികമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. അതൊക്കെ കുറച്ചും കൂടി നമുക്ക് അറിവ് വെക്കാനുള്ളൊരു സഹായമാണ്. ഞാനൊരു റേഡിയോ പ്രവർത്തകനായിരുന്നു. എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, ഞാൻ ഡൽഹിയിൽ നിന്ന് ആകാശവാണിക്ക് വേണ്ടി വാർത്തകൾ വായിച്ചിട്ടുള്ള ഒരാളാണ്. അപ്പം ഏറെക്കുറെ പ്രിൻ്റ്, വിഷ്വല്, റേഡിയോ, ഇപ്പോൾ സോഷ്യൽ മീഡിയ, അപ്പം മീഡിയയുടെ ഒരു ചക്രം ഞാൻ പൂർത്തിയാക്കിയിട്ടുണ്ട്. അപ്പം എനിക്ക് തോന്നുന്നു നിങ്ങൾക്ക് ആ രീതിയിൽ പ്രവർത്തിക്കും. ഇപ്പം ഇന്നത്തെ സോഷ്യൽ മീഡിയ എന്ന് പറഞ്ഞാൽ അതിലെല്ലാം റേഡിയോയും ടെലിവിഷനും പ്രിൻറ്റും എല്ലാം കൂടെ ചേരുന്നതാണ് മീഡിയ. ഇന്നിപ്പം മീഡിയ എന്താണെന്ന് ആൾക്കാർക്ക് അറിയില്ല. എന്ന കാരണം പണ്ടൊക്കെ മീഡിയയ്ക്കൊരു നിർവചനം ഉണ്ടായിരുന്നു. ഇന്ന് മീഡിയയ്ക്ക് നിർവചനമില്ല. ഇന്ന് വാർത്തയ്ക്ക് നിർവചനമില്ല. പണ്ട് വാർത്ത എന്നൊക്കെ പറഞ്ഞ ആൾക്കാരിങ്ങനെ നോർത്ത്, വെസ്റ്റ്, ഈസ്റ്റ്, സൗത്ത് എന്നൊക്കെ പറയും. ഇന്ന് അങ്ങനെയൊന്നുമില്ല. എന്തും വാർത്തയാണ്. ഇപ്പോൾ എന്നോടൊരാൾ ചോദിക്കുകയാണ്, ടെലിവിഷനിൽ ഒരാൾ ചോദിക്കുകയാണെങ്കിൽ എന്താണ് വാട്ട് ഈസ് ന്യൂസ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പറയും, എനിത്തിങ് ദാറ്റ് അട്രാക്ട്സ് യുവർ ഐബോൾ ഈസ് ന്യൂസ്. നിങ്ങളുടെ കൺമൊഴികളെ ആകർഷിക്കാൻ പറ്റുന്ന എന്തും വാർത്തയാകുന്ന ഒരു കാലമാണ്. എന്തും വാർത്തയാകുന്നവരാണ്. പിന്നെ ആരാണ് മാധ്യമപ്രവർത്തകൻ? അതും നിർവചനം പോയി. എന്താ കാരണം? ആർക്കും വലിയ മാധ്യമപ്രവർത്തകനാകുന്നു. ഇപ്പോൾ നമ്മുടെ കയ്യിലുള്ള ഈ മൊബൈൽ ഫോൺ എന്ന് പറയുന്നത് ഇന്ത്യയിലെ ടൈംസ് ഓഫ് ഇന്ത്യയുടെ പ്രസിനേക്കാളും ശക്തമാണ്. ടൈംസ് ഓഫ് ഇന്ത്യ പ്രിൻ്റ് ചെയ്യുന്ന 25 ലക്ഷം കോപ്പിയേക്കാളും കൂടുതൽ കോപ്പി നമ്മുടെ ഒറ്റ വാർത്തയ്ക്ക് ഈ ഒരു മിഷൻ കൊണ്ട് പ്രിൻ്റ് ചെയ്യാൻ പറ്റും. നമ്മൾ ട്രിഗർ ചെയ്യുന്ന ഒരു വാട്സപ്പ് മെസ്സേജ് വേണമെങ്കിൽ ഇവിടുത്തെ ഏറ്റവും വലിയ സർക്കുലേറ്റഡ് ആയിട്ടുള്ള മീഡിയയെക്കാളും കൂടുതൽ സർക്കുലേഷൻ കിട്ടുന്നതായിരിക്കും. അപ്പം മീഡിയ എന്ന് പറയുന്നത് ഒരുപക്ഷെ നമ്മളീ കാണുന്ന ഇതിനേക്കാൾ അപ്പുറത്ത് വേണമെങ്കിൽ ഒരു കൺവേർജൻസിൻ്റെ ഒരു പോയിൻ്റായിട്ടുള്ള ഒരു മൊബൈൽ ഫോണിൽ വന്നെത്തി നിൽക്കുകയാണ്. അതുകൊണ്ട് ഇതിനൊക്കെ നിർവചനം നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യമാണ്
നിർവചനം നഷ്ടപ്പെടുമ്പോൾ നമ്മുടെ ചാലഞ്ചസ്, നമ്മുടെ വെല്ലുവിളികളും വർദ്ധിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ ഇത് തരാത്തതായിട്ടൊന്നുമില്ല. അച്ഛനെ അമ്മയെ ഒഴിച്ചിട്ട് ബാക്കി എന്തിനും തരാൻ ശക്തിയുള്ളതാണ് ഈ മൊബൈൽ ഫോൺ. ഇപ്പോൾ കുട്ടനൊക്കെ ആണെങ്കിൽ ഈ മൊബൈൽ ഫോൺ കൊണ്ട് രാവിലെ ഷർട്ട് ഇസ്തിരി ഇടാൻ പറ്റും. ഒരുപാട് നേരം സംസാരിച്ച ശേഷം ചൂടാവില്ല, ചൂടായി കഴിയുമ്പോൾ ഒന്ന് ഇട്ടുകയാണെങ്കിൽ അതും ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതുകൊണ്ട് ചെയ്യാൻ പറ്റാത്തതായിട്ടുള്ള ഒന്നുമില്ല.